വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരൻ്റെ ചോദ്യം, അൽ വസീല എന്ന പദത്തിൻ്റെ അർത്ഥവും തവസ്സുൽ വൽ ഇസ്തിഗാഥ എന്ന പേരിൽ അറിയപ്പെടുന്നതായ ചർച്ചകളെക്കുറിച്ചും ആണ്. അൽ വസീല എന്നത് യഥാർത്ഥത്തിൽ നാം എല്ലാ ബാങ്കിന് ശേഷം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി ആതി മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ വസീല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വസീല എന്ന പദവിയെ നീ നൽകണേ രക്ഷിതാവേ എന്ന് പ്രാർത്ഥിക്കാൻ റസൂല കൽപ്പിച്ചതാണ്. വസീല എന്നതൊരു പദവിയാണ്, പരലോകത്തിലുള്ള സ്വർഗത്തിലുള്ള ഒരു പദവിയുടെ പേരാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒറ്റൊരു വ്യക്തിക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. ആ വ്യക്തി ഞാനാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ആ വസീല എനിക്ക് നൽകാൻ വേണ്ടി, ആ പദവി അള്ളാഹു എനിക്ക് നൽകാൻ വേണ്ടി നിങ്ങൾ ചോദിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതാണ് വേറെ ഹദീസിൽ. അതാണ് വസീല എന്ന പദം കൊണ്ട് വിവക്ഷ. പിന്നെ അത് തന്നെ അള്ളാഹു വിശുദ്ധ ഫുർഖാൻ അളീമിൽ ഒബ്തഗു ഇലൈഹിൽ വസീല, നിങ്ങൾ അള്ളാഹുവിലേക്ക് വസീലയെ ആക്കുക, അഥവാ അള്ളാഹുവിലേക്ക് എത്താനുള്ളതായ മാധ്യമങ്ങൾ അത് താആത്തുകളിലൂടെ എന്നാണ് നമ്മുടെ മുഫസ്സിറുകളും ഇമാമുകളും പണ്ഡിതന്മാരും അർത്ഥം വച്ചത്. സൽക്കർമ്മങ്ങൾ ചെയ്യലിലൂടെ അള്ളാഹുവിലേക്ക് നിങ്ങൾ എത്താൻ വേണ്ടി നിങ്ങൾ പാടുപെടുക, പരിശ്രമിക്കുക, അതിനുവേണ്ടി മനക്കെടുക. അതാണ് നാം ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ അള്ളാഹുലേക്ക് വസീലത്താണ്. അത് രണ്ടാമത്തെ അർത്ഥമാണ്. ആദ്യം പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹു നൽകുന്നതായ ഒരു പദവിയുടെ പേരാണ് അൽ വസീല. അതാണ് നാം ബാങ്കിൻ്റെ ശേഷമുള്ള പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. രണ്ടാമത് അള്ളാഹു ഖുർആൻ പറഞ്ഞതായ നിങ്ങൾ അള്ളാഹുവിലേക്ക് വസീല കൈകൊള്ളണം, അള്ളാഹുവിലേക്ക് എത്താനുള്ളതായ മാധ്യമങ്ങൾ അത് താആത്തുകളിലൂടെ, സൽക്കർമ്മങ്ങളിലൂടെ എന്നതാണ്. പിന്നെ അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആലയോട് നാം പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ അസ്മാകളെ മുൻപിൽ വെച്ചിട്ട്, സിഫാത്തുകളെ മുൻപിൽ വെച്ചിട്ട് അള്ളാഹുവിനോട് വസീല തേടുക, വസീല ചെയ്യുക, അഥവാ അള്ളാഹുവിനോട് തേടുക, അഥവാ അള്ളാഹുവിൻ്റെ അസ്മാകൾ, സിഫാത്തുകൾ മുമ്പിൽ വെച്ചിട്ട് അള്ളാഹു തന്നെ കൽപ്പിച്ചതാണ്, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഊഹു ബിഹ. അള്ളാഹുവിന് മെച്ചപ്പെട്ട ധാരാളം നാമങ്ങളുണ്ട്, പേരുകളുണ്ട്. ആ പേരുകളെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നാം വസീല ചെയ്യുന്നതായ അനുവദിക്കപ്പെട്ടതായ തവസ്സുലിൻ്റെ ഇനത്തിൽപ്പെട്ടതാണ് സലഫ് സാലിഹ്യങ്ങൾ ചെയ്യാറുള്ളതും സഹാബാക്കൾ ചെയ്തതുമായ വസീലയാണ് റസൂലുള്ളാഹിയോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുക. അതുപോലെ മഹാത്മാക്കളോടും സാലിഹ്യങ്ങളോടും പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുക. ജീവിച്ചിട്ടുള്ളവരോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരു കുരുടൻ വന്നിട്ട് ചോദിച്ച ചോദ്യം ചർച്ചയ്ക്ക് വിധേയമായ ഒരു ഹദീസാണത്. അവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫ്ഇഹു ഫിയ്യ, എന്നിൽ അദ്ദേഹം ചെയ്യുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നതായ പ്രാർത്ഥന, ഷഫാഅത്ത് നീ എന്നിൽ നിന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നിട്ട് നീ സ്വീകരിക്കണേ റബ്ബേ എന്ന് പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചതായ ആ പ്രാർത്ഥനയിൽ, ചർച്ചയ്ക്ക് വിധേയമായ ഹദീസാണത്, ആ പ്രാർത്ഥനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ നീ സ്വീകരിക്കണം, ഞാൻ റസൂലുള്ളാഹിയുടെ പ്രാർത്ഥന സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്നിൽ നിന്നിട്ട് സ്വീകരിക്കണം, റസൂലുള്ളാഹി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും നീ സ്വീകരിക്കണം എന്നൊക്കെ അതിൽ വന്ന പദങ്ങളിൽപ്പെട്ടതാണ്. എന്നാൽ നാം ചെയ്യുന്നതായ അമലുകളിൽ അനുവദിക്കപ്പെട്ടതായ തവസ്സുല്, അതാണ് സാലിഹായ അമലുകളെ മുമ്പിൽ വെച്ചിട്ട് അള്ളാഹുവിനോട് തേടുക. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സിഫാത്തുകളെയും അസ്മാകളെയും മുമ്പിൽ വെച്ചിട്ട് അള്ളാഹുവിനോട് തേടുക. അതുപോലെ തന്നെ ജീവിച്ചിട്ടുള്ളവരായ സാലിഹ്യങ്ങളായ ജനങ്ങളോട്, മഹാത്മാക്കളോട്, സാലിഹ്യങ്ങളാണെന്ന് നാം മനസ്സിലാക്കുന്നവരോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുക. ആ പ്രാർത്ഥന മുഖേന അള്ളാഹുവിനോട് നാം എന്ത് ചെയ്യുക? തേടുക. അതൊക്കെ അനുവദിക്കപ്പെട്ടതായ ഭാഗമാണ്. എന്നാൽ അനുവദിക്കപ്പെടാത്ത ഭാഗമാണ് ഇസ്തിഗാഥ. മരണപ്പെട്ടു പോയതായ ആൾക്കാരെ കൊണ്ട്, നമ്മുടെ മുമ്പിലില്ലാത്തവരെ കൊണ്ട് എന്ത് ചെയ്യുക?
നാം സഹായാർത്ഥന നടത്തുക, സഹായം തേടുക. അതാണ് ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ. അത് ഷിർക്കിൻ്റെ ഇനത്തിലാണ് പെടുക. അത് ഇസ്ലാമിൽ അനുവദിച്ചതല്ല. അനുവദിച്ചതായ തവസ്സുൽ ഞാൻ കേൾപ്പിച്ചു. ആ അനുവദിച്ചതായ തവസ്സുലിൻ്റെ ഇനത്തിൽപ്പെട്ടതല്ല മഹാത്മാക്കളെ, മരണപ്പെട്ടു പോയതായ മഹാത്മാക്കളെ മുമ്പിൽ വെച്ചിട്ടുള്ളതായ പ്രാർത്ഥന. അത് അനുവദിക്കപ്പെട്ടതല്ല. മരണപ്പെട്ടു പോയതായ മഹാത്മാക്കളെ തവസ്സുലാക്കിയിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അതിൽ ജായിസല്ലാത്ത ബിദ്അത്തായ പ്രാർത്ഥനകളുണ്ട്, ഷിർക്കാകുന്ന പ്രാർത്ഥനയുണ്ട്. ബിദ്അത്തായ പ്രാർത്ഥന അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജാഹു കൊണ്ട്, അള്ളാഹു റസൂലിൻ്റെ ഹക്ക് കൊണ്ട് എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അത് ബിദ്അത്തായ പ്രാർത്ഥനയാണ്, അനുവദിക്കപ്പെടാത്തതായ പ്രാർത്ഥനയാണ്. അതേസമയത്ത് ഷിർക്കാവുന്ന പ്രാർത്ഥന നേർക്ക് നേരെ മഹാത്മാക്കളെ വിളിച്ചുകൊണ്ട് ഷേഖയെ സഹായിക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്നൊക്കെ പറയുന്നതായ മരണപ്പെട്ടവരെ നേർക്ക് നേരെ പ്രാർത്ഥിച്ചുകൊണ്ട് അവരോട് തേടുന്നതായ തേട്ടം. അതാണ് നമ്മുടെ നാട്ടിലൊക്കെ അറിവില്ലാത്തവർ കാട്ടാറുള്ളതായ, ഷിയായിസം പോലെ നടക്കുന്ന വിഭാഗം കാട്ടാറുള്ളതായ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന 1000 തവണ ഖുതുബിയത്ത് റാത്തിബൊക്കെ ഓതിയിട്ട് മുഹീദ്ദീൻ ഷേഖിനോട് നേരിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അത് ഷിർക്കൻ പ്രാർത്ഥനകളാണ്. അത് മുസ്ലിങ്ങളുടെ ഇനത്തിൽപ്പെട്ടതാണ്, ഷിയാക്കൾ ചെയ്യാറുള്ളതാണ്. അനിസ്ലാമിക തത്വങ്ങൾ പേര് നടക്കുന്ന, അള്ളാഹുവിനെ തരം താഴ്ത്തുന്ന, അള്ളാഹുവിനെ വിലവെക്കാതിരിക്കുന്നവരുടെ പ്രാർത്ഥനകളാണ്. അത് നാം ഒഴിവാക്കേണ്ടതാണ്. അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു നൂറുകണക്കിൽ പ്രാവശ്യം ഖുർആനിൽ അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥന പാടില്ല, അള്ളാഹുവിനോടല്ലാതെ സഹായത്തിന് പാടില്ല. അത് നമ്മളെ എന്നും ഓർമ്മിപ്പിക്കാൻ വേണ്ടി തന്നെ അത് പാടില്ല എന്നുള്ളത് ഓരോരുത്തരും എന്നും ഓർക്കാൻ വേണ്ടി തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല 17 പ്രാവശ്യം ഓരോ ദിവസവും ഓരോ മുസ്ലിമും 17 പ്രാവശ്യം അള്ളാഹുവിനോട് ഇയ്യാക നഅ്ബുദു, നിനക്ക് മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുക, ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായാർത്ഥന നടത്തുക എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ശ്രദ്ധയിൽ നിന്നിട്ട് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയും നാം ആ അടിയുറച്ചതായ അഖീദയിലും വിശ്വാസത്തിലും നിൽക്കാൻ വേണ്ടിയും ഉറച്ചു നിർത്താൻ വേണ്ടിയും അള്ളാഹു നമുക്ക് പഠിപ്പിച്ച ഭാഗമാണത്. ഇതാണ് ഈ തവസ്സുൽ എന്ന വിഷയത്തിലും ഇസ്തിഗാസ എന്ന വിഷയത്തിലും ഷോർട്ടായിട്ട് പറയാനുള്ളത്. അള്ളാഹു അലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.